ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യം നിഷേധിച്ച് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുക. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകും. ഹരിമോഹൻ നൽകും വിവരങ്ങൾ. ഹരി, ആദ്യ ബലാത്സംഗ കേസാണ്, അതിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്നിപ്പോൾ പരിഗണിക്കുന്നത്. നിർണായകമാണല്ലേ? ശ്രുതി, ഹരിപ്രിയ, തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് മൂന്നാമത്തെ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണെങ്കിൽ പോലും ആദ്യ കേസിൽ ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്താതിരിക്കുകയാണ്. അതിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പക്ഷേ അതിനെതിരെ അപ്പീൽ നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചത് മാത്രമാണ് ഏക ഒരു ആശ്വാസം എന്ന് പറയാവുന്നത്. പക്ഷേ ആദ്യത്തെ കേസിലെ അപ്പീലിൽ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിട്ടില്ല. അതിൽ പോലീസ് റിപ്പോർട്ട് കിട്ടണം. ആ പോലീസ് റിപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച് അത് മാറ്റിവെച്ചത്. ഇന്നിപ്പോൾ വിശദമായ റിപ്പോർട്ട് തന്നെ ഹൈക്കോടതിയുടെ മുൻപിലേക്ക് വരും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒളിവിൽ പോയി രാഹുൽ അന്വേഷണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചു. ഒരു തരത്തിലും അന്വേഷണത്തോട് സഹകരിച്ചില്ല. അതിനുശേഷം 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അതായത് നിരന്തരം സമാന സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ള കാര്യമാണ് പോലീസ് പ്രോസിക്യൂഷൻ വഴി ഹൈക്കോടതിയെ അറിയിക്കുക. CSDS അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്ഥിരം കുറ്റവാളി എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ഥിരം കുറ്റവാളി എന്നുള്ള രൂപത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചൂണ്ടിക്കാണിക്കാനാണ് പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ 3 കേസുകൾ എന്നുള്ളത് മാത്രമല്ല, കൂടുതലായിട്ട് ഇനിയും ഒന്നിലധികം പരാതികൾ നിലവിൽ പോലീസിന്റെ പക്കലുണ്ട്. അതിൽ കൂടുതൽ തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്യും എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കും. മാത്രമല്ല, ഇപ്പോൾ ഈ അപ്പീൽ ഉള്ള ആദ്യത്തെ ബലാത്സംഗ കേസ്, അതിൽ ഇതേവരെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി തെളിവെടുപ്പ് നടത്താനോ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നാടുവിടുകയായിരുന്നു. ഒളിവിൽ പോയിരുന്നു. അന്വേഷണത്തോട് ഒരു രീതിയിലും സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ വിട്ട് കിട്ടേണ്ടതുണ്ട്. അതിൽ ഈ ആദ്യത്തെ കേസിൽ കൂടുതലായിക്കൊണ്ട് പല കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന് കസ്റ്റഡിയിൽ തന്നെ വേണം. MLA എന്നുള്ള നിലയിൽ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കണം. കാരണം MLA ആയതുകൊണ്ട് ഉന്നത സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഈ മൂന്നാമത്തെ കേസിലും ഏതെങ്കിലും നിലയ്ക്ക് പുറത്തിറങ്ങിയാൽ ആദ്യത്തെ കേസിലും ജാമ്യം കിട്ടുന്ന സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ രാഹുൽ പുറത്തിറങ്ങിയ തെളിവുകൾ നശിപ്പിക്കും, അതിജീവിതമാരെ സ്വാധീനിക്കും. മാത്രമല്ല, നിരന്തരമായി അതിജീവിതമാർക്കെതിരെ സൈബർ ബുള്ളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ കേസിൽ അതിജീവിതയാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. അതിനെതിരെ 2 പരാതികളാണ് നിലവിലുള്ളത്. പല ആളുകളെയും ഇതിനിടയ്ക്ക് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി. അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന സൈബർ ബുള്ളിംഗ് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ നേരത്തെ സെഷൻസ് കോടതിയെ അറിയിച്ചിരുന്നു. സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഹൈക്കോടതിയെ അറിയിക്കും എന്നുള്ളതാണ് കരുതുന്നത്. മാത്രമല്ല, ആദ്യത്തെ കേസിൽ കൂടുതലായിട്ട് തെളിവുകൾ ഈ ദിവസങ്ങളിൽ പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിജീവിതയുടെ മൊഴിയടക്കം, രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളും ഹൈക്കോടതിയെ അറിയിക്കും. അങ്ങനെ ഒരു സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതും അനിവാര്യമാണ് എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ അതിനെ നേരിടും എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പീൽ എന്ന് പറയുന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു അതിജീവിതയുമായിട്ടുണ്ടായിരുന്നത്. ആ ബന്ധത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. തന്നെ ഏതെങ്കിലും നിലയിൽ കരിവാരി തേക്കുക അല്ലെങ്കിൽ തന്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെയാണ് രാഹുൽ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ചില വാട്സപ്പ് ചാറ്റുകൾ, ചില കോൾ വിവരങ്ങളൊക്കെ തന്നെ രാഹുലും ഹാജരാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇതിന്റെ മെറിറ്റിലേക്ക് ഒരുപാട് കടക്കില്ലെങ്കിൽ പോലും ഒരു പ്രാഥമികമായ തെളിവുകൾ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത് പരിശോധിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ വാദപ്രതിവാദങ്ങൾ നടക്കുക. എന്തായാലും പോലീസ് റിപ്പോർട്ട് എത്തുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നത് ഹൈക്കോടതിക്ക് മുൻപിലെത്തും. അതിന്മേലായിരിക്കും പിന്നീട് വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുക. എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറിച്ച് ഇന്ന് ഒരുപക്ഷെ നോട്ട് ടു അറസ്റ്റ് അല്ലെങ്കിൽ അറസ്റ്റ് തടയുന്നത് ഒരുപക്ഷെ നീട്ടാനുള്ള സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ഈ വാദം കേൾക്കുന്നത് മാറ്റിവെക്കുക എന്നുള്ളതായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാവുക. അതേസമയം തന്നെ വിശദാംശങ്ങൾ നൽകിയത്.